ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ശ്രീ കേദാർനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500ഓളം അടി ഉയരത്തിൽ നിൽക്കുന്ന ശ്രീ കേദാർനാഥ ക്ഷേത്രം ചാർധാം യാത്രകളിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നിലാണുള്ളത്. കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ തങ്ങളുടെ ഗുരുക്കന്മാരുടെയും സഹോദരങ്ങളുടെയും രക്തമൊഴുക്കിയ പാപത്തിൽ നിന്നും മോക്ഷം നേടാൻ വേണ്ടി ശിവന്റെ അനുഗ്രഹത്തിനു വേണ്ടി യാത്ര പുറപ്പെട്ടു. യുദ്ധത്തിൽ കോപിതനായ ശിവൻ അവരിൽ നിന്നും ഒളിച്ച് ഹിമാലയത്തിന്റെ ആഴങ്ങളിലുള്ള ഗുപ്തകാശിയിൽ മറഞ്ഞിരുന്നു, അതും നന്ദിയുടെ രൂപത്തിൽ. അങ്ങനെ ശിവനെ തിരിച്ചറിഞ്ഞ ഭീമൻ നന്ദിയുടെ രൂപത്തിലുള്ള ശിവനെ പിടിച്ചു വലിക്കുകയും അപ്രത്യക്ഷനായ ശിവന്റെ ശരീരഭാഗങ്ങൾ ഭൂമിയിലെ പലയിടങ്ങളിൽ മറയുകയും ചെയ്യപ്പെട്ടു എന്നാണ് വിശ്വാസം. അങ്ങനെ പലയിടങ്ങളിലേക്ക് ചിന്നിച്ചിതറിയ നന്ദിയുടെ ശരീരത്തിന്റെ മുതുകുഭാഗം വന്നു പതിച്ചത് കേദാർനാഥിലാണ് എന്നാണ് വിശ്വാസം. അതോടുകൂടി പാണ്ഡവന്മാർ അവിടെ ക്ഷേത്രം പണിയുകയും ശിവനെ ആരാധിക്കുകയും തങ്ങളുടെ പാപങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്തു. പഞ്ചകേദാർ എന്നറിയപ്പെടുന്ന തുംഗനാഥ്, മധ്യമഹേശ്വർ, രുദ്രനാഥ്, കൽപേശ്വർ ഓർ കേദാർനാഥ്, ഇവയിൽ ഏറ്റവും പ്രമുഖമായി ശിവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കേദാർനാഥിലെന്നാണ് ഭക്തന്മാർ വിശ്വസിക്കുന്നത്. മഞ്ഞുമൂടിയ ഈ മലനിരകൾക്ക് നടുവിൽ ശിവന്റെ സാന്നിധ്യവും ശക്തിയും ഭക്തന്മാർ ഋഷികേശ് സന്ദർശിക്കുന്നവർക്ക് ഈ ക്ഷേത്രം കൂടെ ബക്കറ്റ് ലിസ്റ്റിൽ വെക്കാവുന്നതാണ്. ഋഷികേശിൽ നിന്നും ഏകദേശം 12 മണിക്കൂർ യാത്ര ചെയ്ത് അതിനുശേഷം 18 കിലോമീറ്റർ നടന്ന് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്താം. വളരെ മനോഹരവും പീസ്ഫുള്ളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മനോഹര ക്ഷേത്രമാണ് കേദാർനാഥ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ.